എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന പ്രൊഫസർ വി കാർത്തികേയൻ സാർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഒപ്പം തന്നെ മറ്റെല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും മുന്നിൽ വളരെ വിനയത്തോടെ നമസ്കരിക്കുന്നു. കാരണം അവരുടെ ഒരു അസാധാരണമായ കഴിവ് എത്രയായാലും കണ്ടില്ല എന്ന് വയ്ക്കാൻ നമുക്കാവുന്നില്ല. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരെന്തെങ്കിലും നുണ പറയുമ്പോൾ അതിൻ്റെ ഒരു ജാള്യത മുഖത്ത് കാണുക സ്വാഭാവികമാണ്. പക്ഷേ പ്രൊഫസർ കാർത്തികേയൻ സാറും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളും ഒക്കെ എത്ര തന്മയത്വത്തോടെയാണ് ഒരു നുണ സാധാരണക്കാരൻ്റെ മുൻപിൽ പറഞ്ഞ് അത് സത്യമാണെന്ന് തോന്നുന്ന തരത്തിൽ യാതൊരു ജാള്യതയും മുഖഭാവവും വ്യത്യാസവും ഇല്ലാതെ നുണ പറയാനുള്ള അവരുടെ കഴിവിനെ നമിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു നുണ അത് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നും അതിൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ആ നുണയെക്കുറിച്ച് പ്രൊഫസർ വി കാർത്തികേയൻ നായർ അവതരിപ്പിച്ച ആ നുണയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഞാൻ എൻ്റേതായ പുതിയ കാര്യങ്ങളൊന്നും വിശേഷാൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പറയുന്നതിൻ്റെ വസ്തുത എന്താണ് എന്ന് ഏതായാലും അദ്ദേഹത്തിനെ കഴിഞ്ഞും കുറച്ചുകൂടി അറിവും വിവരവും ഉണ്ടെന്ന് വിചാരിക്കുന്ന 2-3 ആൾക്കാരുടെ എഴുത്തുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ബാബറും മുഗളന്മാരും വിദേശികളല്ല, മുസ്ലിം ആക്രമണകാരികൾ എന്ന് നമ്മൾ ചരിത്രത്തിൽ പറഞ്ഞു പോരുന്നവർ ആരും വിദേശികളല്ല എന്നുള്ളതാണ് കാർത്തികേയൻ നായരുടെ ഒരു വാദം. അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം ആര്യൻ ആക്രമണ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്ന് ഭാരതത്തെ കീഴടക്കിയവരാണ്, ആക്രമിച്ചവരാണ്. അതുപോലെ തന്നെ മധ്യേഷ്യയിൽ നിന്ന് അവിടെ വെച്ച് മതം മാറ്റപ്പെട്ട ആര്യന്മാരാണ് ഇവിടേക്ക് വന്ന മുഗളന്മാരെന്ന് പറയുന്ന മുസ്ലിം ആക്രമണകാരികൾ. എന്ന് വെച്ചെന്നാൽ അവരും മുൻപ് ആര്യന്മാരായിരുന്നവരാണ്. അപ്പോൾ ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നതുപോലെ അതേ മതം മാറ്റപ്പെട്ട ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നു. അതുകൊണ്ട് ആര്യന്മാരാണല്ലോ ഇന്നത്തെ ഹിന്ദുക്കൾ. അതുകൊണ്ട് തന്നെ മുഗളന്മാരെന്ന ആര്യന്മാരും വിദേശികളല്ല, ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെ തന്നെ സ്വദേശികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വാദം സ്ഥാപിക്കാൻ അദ്ദേഹം ഒരു നുണ, ഈ ആര്യൻ ആക്രമണം എന്നുള്ളത് ലോകത്തിലെ സർവ്വചരിത്രകാരന്മാരും ചവച്ച് തുപ്പി ചവിട്ടി വലിച്ചെറിഞ്ഞ സാധനമാണ്. അങ്ങനെ ഒരു ആര്യൻ ആക്രമണമോ ആര്യൻ വംശം തന്നെയോ ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് ലോകത്തിലെ പണ്ഡിതന്മാർ, അനേകം ജനിതക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൽ അദ്ദേഹം തന്നെ DNA ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ജനിതക പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യന്മാർ ഇവിടെ വന്ന് ആക്രമിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ്. അങ്ങനെ ഒരു വംശം ഇല്ല എന്ന് 2-3 ആൾക്കാർ പറഞ്ഞത് ഞാൻ പറയാം. ഭാരതത്തിൻ്റെ ജനിതക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയ, അതിൻ്റെ ഗവേഷണ മേഖലയെ വിപുലപ്പെടുത്തിയ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ലാൽജി സിംഗ് എന്നാണ്. അദ്ദേഹവും പല വിദേശ രാജ്യങ്ങളിലെ ജനിതക ശാസ്ത്രജ്ഞന്മാരും കൂടി ചേർന്നൊരു വലിയ ടീം ഭാരതത്തിലെ ഈ ആര്യൻ ആക്രമണം എന്നുള്ള കാര്യം നടന്നതാണോ, അങ്ങനെ ഒരു വംശമുണ്ടോ എന്ന് ദീർഘകാല ഗവേഷണ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയതിന് ശേഷം അവർ പ്രസ്താവിച്ചത് ഭാരതത്തിൽ ഇന്നോളം ഇങ്ങനെ മറ്റൊരു വംശം ഭാരതത്തിലേക്ക് കടന്നു വരികയോ ജനിതകമായ കൂടിച്ചേരലുകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രൊഫസർ ലാൽജി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള 6-7 വിദേശ രാജ്യങ്ങളിലെ ജനിതക ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് കണ്ടെത്തിയ കാര്യം. അവരത് 2010 അമേരിക്കൻ ജേർണൽ ഹ്യൂമൻ ജനറ്റിക്സ് എന്ന അമേരിക്കൻ ജേർണലിൽ പ്രസിദ്ധീകരിക്കുകയും ലോക ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാർത്തികേയൻ സാരും കമ്മ്യൂണിസ്റ്റുകാരും അത് കാണാത്തതായിരിക്കില്ല, മിക്കവാറും കണ്ടാലും അവർക്ക് അവരുടെ നുണ പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരതിനെക്കുറിച്ച് പറയാത്തതാണ്. മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ അംബേദ്കറാണ്. അദ്ദേഹം അത് വളരെ വിശദീകരിച്ച്
വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ശൂദ്രരും ആര്യന്മാരും തമ്മിൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രബന്ധം ഡോക്ടർ അംബേദ്കർ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒരു ഖണ്ഡിക മാത്രം ഞാൻ വായിക്കാം. ആര്യനാക്രമണ സിദ്ധാന്തത്തെ സംബന്ധിച്ച് ശൂദ്രരുടെയും ആര്യന്മാരുടെയും കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠനം നടത്തി വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങൾ തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പ്രബന്ധം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്ന വാക്യം, ഒത്തിരി പുസ്തകമായതുകൊണ്ട് ഒത്തിരി വായിക്കാൻ പറ്റില്ലല്ലോ, ഞാനൊരു 2 വാക്യം പറയാം. തെരഞ്ഞെടുത്ത ചില വസ്തുതകളുടെ പുറത്താണ്, അവ മാത്രമാണ് വസ്തുതകൾ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ സിദ്ധാന്തം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതായത് സാങ്കല്പികമായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആര്യൻ സിദ്ധാന്തം കെട്ടിപ്പടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഗൗരവബുദ്ധിയുള്ള പണ്ഡിതന്മാർക്ക് വേണ്ടി പാശ്ചാത്യ പണ്ഡിതന്മാർ ഇത്ര കണ്ട് ദുർബലവും അരക്ഷിതവുമായ അസ്ഥിവാരത്തോടുകൂടി ഇത്തരം ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചതും ഇത്രയും ദീർഘകാലം അത് രംഗത്ത് നിൽക്കുന്നതും അസാധാരണമായിരിക്കുന്നു. ഇങ്ങനെ അതായത് ഗൗരവബുദ്ധിയുള്ള പണ്ഡിതന്മാർക്ക് വേണ്ടി പാശ്ചാത്യ പണ്ഡിതന്മാർ ഇത്രയും ഗൗരവം കുറഞ്ഞ ഒരു കാര്യം തയ്യാറാക്കും എന്ന് വിചാരിച്ചിട്ടില്ല. ഇത്രയും ഗൗരവം കുറഞ്ഞതും വസ്തുതാവിരുദ്ധവുമായ ഈ പദ്ധതി, ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയും അത് ഇത്രയും കാലം എങ്ങനെ പിടിച്ചു നിന്നു അത് തന്നെ അതിശയമായിരിക്കുന്നു എന്നാണ് അംബേദ്കർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവസാന വാക്യം പറയുന്നത് ഇതാണ്: ഈ അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള വസ്തുതകളുടെ കണ്ടുപിടുത്തത്തിൻ്റെ മുമ്പിൽ അതിന് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതായത് ആര്യൻ സിദ്ധാന്തത്തിന് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ആ സിദ്ധാന്തം കുപ്പക്കൂനയിലേക്ക് വലിച്ചെറിയണം. ഏതായാലും കാർത്തികേയൻ സാറിനെ കഴിഞ്ഞും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെ കഴിഞ്ഞും കുറേ അധികം സത്യസന്ധമായ പഠനം, എല്ലാ വിഷയങ്ങളോടും അംബേദ്കറോട് യോജിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അംബേദ്കർക്ക് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഈ ആര്യൻ സിദ്ധാന്തത്തെക്കുറിച്ചും ശൂദ്രരെക്കുറിച്ചും ഒക്കെയുള്ള വളരെ വിശദമായ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്, ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് അംബേദ്കർ. അദ്ദേഹമാണ് പറയുന്നത് ഇത് കുപ്പക്കൂനയിലേക്ക് വലിച്ചെറിയേണ്ട ഒരു സിദ്ധാന്തമാണ്, യാതൊരു അടിസ്ഥാനവും ഉള്ളതല്ല. അപ്പോൾ ഭാരതത്തിലെ ജനിതക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കൾ അഥവാ അതിൻ്റെ പ്രചാരകന്മാരും വലിയ ഗവേഷകന്മാരും പറഞ്ഞു ആര്യൻ സിദ്ധാന്തം ശുദ്ധ അസംബന്ധമാണ്. ആര്യൻ ഇൻവേഷൻ ഈസ് എ മിത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഡോക്ടർ വരാത് പാണ്ഡെ, ഈ ജനിതക ശാസ്ത്രത്തെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുള്ള ഒരു വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. 10-35 കൊല്ലം മുൻപ് എഴുതിയ പുസ്തകമാണ്. അത് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അതുപോലെ അംബേദ്കർ അതിന് മുൻപേ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. ഇനി ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകൾക്കും കാർത്തികേയൻ സാറിനും അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് മാക്സ് മുള്ളർ ആണല്ലോ. ആര്യൻ എന്ന ഒരു വിഷയത്തെ ലോകത്തിൻ്റെ മുൻപിലേക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അവതരിപ്പിച്ചത് മാക്സ് മുള്ളർ എന്ന പണ്ഡിതനാണ് എന്ന് നമുക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്യം വായിക്കാം. അപ്പോൾ ഇനി അത് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് കാർത്തികേയൻ സാറും കമ്മ്യൂണിസ്റ്റുകാരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇതാണ്: ആര്യന്മാർ എന്ന് ഞാൻ പറയുന്നെങ്കിൽ അപ്പോൾ രക്തമെന്നോ അസ്ഥികളെന്നോ കേശമെന്നോ കപാലമെന്നോ തലയോട് കപാലമെന്നോ അർത്ഥമാക്കുന്നില്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു ആര്യൻ ഭാഷ സംസാരിക്കുന്നവർ എന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. ഞാൻ ആര്യൻ എന്ന വാക്ക് ഉപയോഗിച്ചത് വംശീയമല്ല. മനുഷ്യൻ്റെ അസ്ഥിയെക്കുറിച്ചോ തലയോടിനെക്കുറിച്ച് മൂക്കിനെക്കുറിച്ച് കണ്ണിനെക്കുറിച്ചോ ഒന്നുമല്ല. ഞാൻ ഭാഷാപരമായ ഒരു പ്രയോഗം എന്ന നിലയിലാണ് ആര്യൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് അർത്ഥമാക്കുന്നുള്ളൂ. ഹിന്ദുക്കൾ, ഗ്രീക്കുകാർ, റോമാക്കാർ, ജർമ്മൻകാർ, ഇവിടെ ഹിന്ദുക്കൾ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഭാരതീയരെയാണ് എന്ന് വിചാരിക്കണം. അതുകൊണ്ടാണല്ലോ റോമാക്കാർ, ജർമ്മൻകാർ എന്നൊക്കെ പറയുന്നത്. ഓരോ രാജ്യത്തെ ഓരോ ജനതയെക്കുറിച്ച്, ഓരോ സംസ്കാരത്തിലെ ഓരോ ജനതയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ, റോമാക്കാർ, ജർമ്മൻകാർ, കെൽട്ടുകൾ, സ്ലാവുകൾ എന്നിവർക്കും ഈ പറഞ്ഞത് ബാധകമാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ശരീരശാസ്ത്ര സംബന്ധമായ സവിശേഷതകളൊന്നും വിവക്ഷിക്കുന്നില്ല. ജനിതകമായതോ ശരീരശാസ്ത്ര സംബന്ധമായ ഒരർത്ഥവും ഞാൻ ആര്യൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. നീലക്കണ്ണുകളും സ്വർണ്ണ നിറമുള്ള കേശവുമുള്ള സ്കാൻഡിനേവിയന്മാർ വെട്ടിപ്പിടുത്തക്കാരോ വെട്ടിപ്പിടുത്തത്തിന് വിധേയരായവരോ ആയിരുന്നിരിക്കാം.
അവർ തങ്ങളെക്കാൾ ഇരുണ്ട നിറമുള്ള പ്രഭുക്കളുടെയോ പ്രജകളുടെയോ ഭാഷ സ്വീകരിച്ചിരിക്കാം. അതൊന്നും എനിക്ക് ഉറപ്പുള്ള കാര്യമല്ല. അല്ലെങ്കിൽ മറിച്ചും സംഭവിച്ചിരിക്കാം. അവരെയൊക്കെ ഹിന്ദുക്കളെന്നോ ഗ്രീക്കുകാരെന്നോ റോമാക്കാരെന്നോ ജർമ്മൻകാരെന്നോ കെൽറ്റുകളെന്നോ സ്ലാവുകളെന്നോ വിളിക്കുമ്പോൾ അവരുടെ ഭാഷ എന്നതിനപ്പുറം യാതൊന്നും ഞാൻ പ്രസ്താവിക്കുന്നില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ റോമാക്കാർ എന്ന് ഞാൻ പറയുമ്പം റോമൻ ഭാഷ എന്ന അർത്ഥമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ, വംശീയമല്ല, ജനിതകമല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒത്തിരി വിശദീകരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ആര്യൻ വംശത്തെയും ആര്യൻ രക്തത്തെയും ആര്യൻ നേത്രങ്ങളെയും ആര്യൻ കേശത്തെയും പറ്റി സംസാരിക്കുന്ന നരവംശാസ്ത്രജ്ഞൻ ദീർഘശിരസ്കരുടെ നിഘണ്ടുവിനെ പറ്റിയോ ഹ്രസ്വശിരസ്കരുടെ വ്യാകരണത്തെ പറ്റിയോ സംസാരിക്കുന്ന ഭാഷാശാസ്ത്രജ്ഞനെ പോലെ മഹാപാപിയാണ്. ജനിതക ശാസ്ത്രജ്ഞന്മാർ, ശരീരശാസ്ത്രജ്ഞന്മാർ ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നതും ഭാഷാശാസ്ത്രജ്ഞന്മാർ ജനിതക ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നതും പമ്പര വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് ഇത് വെറും ഭാഷാപരമാണ്, വംശീയമല്ല, അങ്ങനെ ഒരു വംശമേ ഉണ്ടായിട്ടില്ല എന്ന് പ്രൊഫസർ മാക്സ് മുള്ളർ പറഞ്ഞത് ബയോഗ്രഫി ഓഫ് വേർഡ്സ് എന്ന അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിലൂടെയാണ് പറയുന്നത്. കാർത്തികേയൻ സാറിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് അംഗീകരിക്കാൻ വിഷമമുണ്ടായിരിക്കും. കാരണം അവർക്ക് ഈ നുണകൾ പറഞ്ഞാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അംബേദ്കർ ആയാലും മാക്സ് മുള്ളർ ആയാലും ലാൽജി സിംഗ് ആയാലും ആരായാലും അവർ പറയുന്ന ചരിത്രമോ സത്യമോ അംഗീകരിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഉപജീവന മാർഗം മുടങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ സവർണ അവർണ വിരോധം നിലനിർത്തേണ്ടതുണ്ട്. അവർക്ക് ജാതീയമായ വിദ്വേഷത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾക്ക് അവർക്ക് ഈ ജനിതകപരമായ വിരോധം, ശത്രുത നിലനിർത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാനും അവരുടെ ആഹാര കാര്യങ്ങൾക്ക് മുട്ടില്ലാതിരിക്കാനും കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് ആര്യൻ സിദ്ധാന്തം ശുദ്ധ അസംബന്ധമാണ് എന്ന് കാർത്തികേയൻ സാർ അംഗീകരിക്കാൻ വേണ്ടിയല്ല ഞാനീ പറയുന്നത്. ഇത് കേൾക്കുന്ന സാധാരണ മനുഷ്യരുണ്ടല്ലോ, കാർത്തികേയനെ പോലെയുള്ളവർ പറയുമ്പോൾ വിശ്വസിച്ച് പോകുന്ന പാവങ്ങൾ, ആ പാവങ്ങൾ നിങ്ങളുടെ പാവത്വം മാറ്റിയിട്ട് അല്പം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കുറച്ചുകൂടി വിവരവും വെളിവും ഗവേഷണ ബുദ്ധിയൊക്കെ ഉള്ളവർ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് കാർത്തികേയൻ പ്രൊഫസറാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞെന്നാൽ പിന്നെ അവർക്ക് നുണ മാത്രമേ പറയാൻ കഴിയൂ. ഉളുപ്പില്ലാതെ നുണ പറയുക എന്നുള്ളതാണ് നല്ലൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ അടിസ്ഥാന യോഗ്യത തന്നെ. അതിൽ കാർത്തികേയൻ സാറും അതിന് പുറത്തല്ല എന്നുള്ളത് അറിയണം. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അതൊരു പുതിയ തിയറിയല്ല. ജോൺ ജെഫ്രി എന്നു തോന്നുന്നു, അദ്ദേഹം എഴുതിയ ഒരു പുതിയ ആ കാര്യം അവതരിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ വംശവും ആഫ്രിക്കയിൽ നിന്നുണ്ടായതാണ്. ലോകത്തിൽ മറ്റെവിടെയും മനുഷ്യരുണ്ടായിട്ടില്ല. ആഫ്രിക്കയിലാണ് ആദ്യമായി മനുഷ്യരുണ്ടായത്. ആ ആഫ്രിക്കൻ വംശര് ഹോമോസാപ്പിയൻസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആ ആഫ്രിക്കയിലുണ്ടായ ഹോമോസാപ്പിയൻസിൻ്റെ പിൻഗാമികളാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും. കാർത്തികേയൻ സാറ് പറയുന്നത് അതുകൊണ്ട് അത് വെച്ച് നോക്കിയാലും നമ്മളെല്ലാവരും ഒരു കൂട്ടരാണ്. മുഗളന്മാർ വിദേശികളെ ആക്രമിച്ചു വന്നു എന്നൊന്നും പറയണ്ട. കാരണം അവരെല്ലാം നമ്മളെല്ലാവരും ഈ ഹോമോസാപ്പിയൻസിൻ്റെ പിൻഗാമികളാണല്ലോ. ഈ ജെഫ്രി അവതരിപ്പിച്ച ഏർലി ഇന്ത്യൻസ് എന്ന് പറയുന്ന പുതിയ തിയറി 200 കൊല്ലക്കാലം നമ്മളെ പറ്റിക്കാൻ ഉപയോഗിച്ച ആര്യൻ തിയറി പോലെ പുതിയ ഒരു തട്ടിപ്പാണ് ഹോമോസാപ്പിയൻസിൻ്റെ പേരിൽ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സോറോസുമാരും ഹിഡൻബർഗുമാരും ഒക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്കും ജിഹാദികൾക്കും വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഗവേഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കള്ളത്തരങ്ങൾ പടച്ചു വിടുന്നുണ്ടല്ലോ. അതുപോലെ ഉണ്ടാക്കപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റുകൾക്കും ജിഹാദികൾക്കും വേണ്ടി കോടികൾ കൈപ്പറ്റിക്കൊണ്ട് പടച്ചുവിട്ട ഒരു സാധനമാണ് ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന പുതിയ പ്രയോഗം. അതിൻ്റെ പ്രചാരകന്മാർ നമ്മുടെ കേരളത്തിൽ കുറേ പേരുണ്ട്. ഇപ്പോൾ അതിലൊന്നാണ് കാർത്തികേയൻ സാറ്, ഡോക്ടർ ശ്യാംകുമാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അതിൻ്റെ വക്താക്കളാണ്. അവരുടെ ഉപജീവനമാർഗ്ഗം, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഏതായാലും അതിൽ കാർത്തികേയൻ സാറ് പറയുന്നത് ഈ DNA പഠനം എന്നതാണ്. DNA പഠനം ഇവർ മാത്രമല്ലല്ലോ നടത്തിയിട്ടുള്ളത്. ലോകത്തിൽ അങ്ങനെ DNA പഠനം നടത്തിയിട്ടുള്ള ആളിൻ്റെ കാര്യമാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. ഭാരതത്തിൽ അനേക സഹസ്രങ്ങളായി
പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിൽ ഒരു മനുഷ്യവംശം പോലും വേറെ വന്നിട്ടില്ല, വംശീയമായ കൂടിച്ചേരലുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ ആ വാദത്തിനെ എതിർക്കാൻ വേണ്ടിയാണ് എല്ലാ വംശവും ഹോമോസാപ്പിയൻസ് ആണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. പിന്നെ അദ്ദേഹം മുഗളന്മാരുടെ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി ജിഹാദികൾക്ക് വേണ്ടി മുസ്ലിം ആക്രമണകാരികളെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മുഗളന്മാർ മതപരമായി ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് വേറെ കൂടുതൽ വിശദീകരണങ്ങളൊന്നും നടത്താൻ പോകുന്നില്ല. അറിയാൻ താല്പര്യമുള്ളവർ എങ്ങനെയാണ് സിഖ് മതം ഉണ്ടായത്? നമ്മളിന്ന് കേൾക്കുന്നുണ്ടല്ലോ സിഖ് മതം. ഗുരു നാനാക്കാണ് അത് സ്ഥാപിച്ചത്. ഗുരു നാനാക്ക് മുതൽ ഗുരു ഗോവിന്ദ സിംഹൻ വരെ 10 ഗുരുക്കന്മാരുണ്ടായിരുന്നു സിഖുകാർ. ആ മതം ഉണ്ടായത് എന്തിനാണ്? അതിലെ പല ഗുരുക്കന്മാരും കൊല്ലപ്പെട്ടു. എന്തിനാണ് അവർ കൊല്ലപ്പെട്ടത്? എന്തിനാണ് മുഗളന്മാരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത്? എന്തിനാണ്? വെറും അധികാര തർക്കം മാത്രമായിരുന്നോ? മതപരമായ ആക്രമണവും വിദ്വേഷവുമായിരുന്നോ എന്ന് നിങ്ങൾ സ്വയം പഠിക്കുക. സിഖ് ഗുരുപരമ്പര ഉണ്ടായതും ആ മതം ഉണ്ടായതും മുഗള ആക്രമണങ്ങളിൽ അതിന് മുൻപോ ശേഷമോ ഒക്കെ ഉണ്ടായിട്ടുള്ള മുഗള ആക്രമണത്തെ തുടർന്ന് ഭാരതത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സാമാന്യമായിട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, വിജയനഗര സാമ്രാജ്യം ഉണ്ടായത് എങ്ങനെയാണ്? ഹരിഹരനും ബുക്കനും എന്ന രാജകുമാരന്മാർ ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് എന്തിനാണ്? അവരാദ്യം മതം മാറ്റപ്പെട്ടത് ആര് മുഖാന്തിരമാണ്? അവർ പിന്നീട് തിരിച്ചു വന്ന് വീണ്ടും ഹിന്ദുവായി മതം മാറിയിട്ട് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുകയും അവരുടെ സാമ്രാജ്യം മുഗളന്മാരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അറിയാൻ താല്പര്യമുള്ളവർ സ്വന്തം ബുദ്ധി കൊണ്ട് പഠിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മൂന്നാമത്, മറാത്ത സാമ്രാജ്യം ഛത്രപതി ശിവജിയുടെ നേതൃത്വത്തിൽ പിന്നീട് മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ചതും ഒരു സ്വതന്ത്രമായ ഹിന്ദവി സ്വരാജ് സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം ഏറ്റുമുട്ടിയത് കേവലം രാഷ്ട്രീയമായ അധികാരത്തിന് വേണ്ടിയായിരുന്നു. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രൊഫസർ പറയുന്നത് മുഗളന്മാരുടെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഹിന്ദുക്കളായിരുന്നു എന്നാണ്. അത് ലോകം മുഴുവൻ അങ്ങനെയല്ലേ സാർ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ കേരളം ഭരിക്കുന്നത്? അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ കേരളത്തിലുള്ളവരോ അല്ലെങ്കിൽ ഭാരതത്തിലുള്ളവരോ അല്ല. അതിൻ്റെ അർത്ഥം അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണോ? ഈ കമ്മ്യൂണിസ്റ്റ് വിഡ്ഢികളെ പിന്തുണയ്ക്കുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? ഈ കള്ളന്മാരും കൊള്ളക്കാരും അവരുടെ കൊള്ളരുതായ്മകളെ മുഴുവൻ അംഗീകരിച്ചു കൊടുത്തതിൻ്റെ തെളിവാണോ അവരുടെ കീഴിൽ ജോലിയെടുക്കുന്നത്? നാണമില്ലേ പറയാൻ? എത്ര ലജ്ജാകരമായ വാദമാണ്! ഭരണാധികാരികളുടെ കീഴിൽ ഉദ്യോഗസ്ഥരായി ജോലിയെടുത്തെന്നാൽ ഭരണാധികാരത്തിൻ്റെ മഹത്വമാണ് എന്നത് കണക്കാക്കാൻ പറ്റുമോ? എന്തൊരു വികലമായ ഒരു പ്രൊഫസർ! ഇത്രയും വില കുറഞ്ഞ വാദങ്ങളൊന്നും ഉന്നയിച്ച അങ്ങയുടെ ഒരു പ്രൊഫസർ എന്നുള്ള പേരെങ്കിലും കളയാതെ നോക്കണം. നാണമില്ലേ പറയാൻ? ലോകപ്പോൾ സ്റ്റാലിൻ്റെ കീഴിൽ 7 കോടിയോളം മനുഷ്യർ കൊല്ലപ്പെട്ടു. കൊന്നതൊക്കെ സ്റ്റാലിൻ്റെ കീഴിലുള്ള പട്ടാളക്കാരും പോലീസുകാരും രഹസ്യ പോലീസുകാരും ഒക്കെയാണ്. അതിൻ്റെ അർത്ഥം അവരെല്ലാം സ്റ്റാലിൻ പറയുന്നതിനെ പിന്തുണയ്ക്കുന്നവരാണെന്നാണ് അർത്ഥം. അവരുടെ ജോലി അതായതുകൊണ്ട് ചെയ്തില്ലേ അവർ കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ടല്ലേ? ഇവിടെ കേരളത്തിൽ എത്രയോ കമ്മ്യൂണിസ്റ്റ് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇട്ട് വട്ടുതട്ടുകയും ചവിട്ടുകയും തെറി വിളിക്കുകയും പിടിച്ചു വലിക്കുകയും മോന്തയ്ക്ക് തേമ്പുകയും ഒക്കെ ചെയ്യുന്നത് ഈ 2022, 2023, 2024 നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. കേരളത്തിൽ പലയിടങ്ങളിലും കണ്ണൂരിലുമൊക്കെ പിണറായി വിജയൻ്റെ കീഴിൽ ഉദ്യോഗം നടത്തുന്നവരല്ലേ? അതിൻ്റെ അർത്ഥം അവരെല്ലാവരും പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകളെ മുഴുവൻ പിന്തുണച്ചവരും അവരതിൻ്റെ പങ്കുകാരുമാണെന്നാണോ അർത്ഥം? അതുകൊണ്ട് ഒരു പ്രൊഫസറുടെ ആ വിലയെങ്കിലും നഷ്ടപ്പെടുത്താതെ കളയാതെ ഇത്രയും വിവരം കെട്ട ദുർബലവാദങ്ങളൊന്നും ഉന്നയിക്കരുത്. മുഗളന്മാരുടെ കീഴിൽ ജോലിയെടുത്തവർ ബ്രാഹ്മണരും മറ്റ് ഹിന്ദുക്കളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും എന്നിട്ട് അദ്ദേഹം ടിപ്പുവിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ടിപ്പുവിൻ്റെ കീഴിൽ ഹിന്ദുക്കൾ ജോലി ചെയ്തെന്നാൽ ടിപ്പു ആക്രമിച്ച അമ്പലങ്ങളൊക്കെ ആക്രമണം അല്ലാണ്ടായി മാറുമോ? ടിപ്പു മതം മാറ്റിയതെന്നും മതം മാറ്റം അല്ലാണ്ടായി മാറുമോ? നാണമില്ലേ സാർ ഇങ്ങനത്തെ വാദങ്ങൾ ഉന്നയിക്കാൻ? ഭരണാധികാരവും കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒരുപോലെ കാണരുത്. അവരുടെ ഉപജീവന മാർഗം അഥവാ ഭരണത്തിൻ്റെ കീഴിലുള്ള അധികാരത്തിൻ്റെ സമ്മർദ്ദത്തിൽ ചെയ്തു പോകുന്നതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. അതുകൊണ്ട് മുഗളന്മാരുടെ കീഴിൽ ഹിന്ദുക്കൾ ജോലിയെടുത്തു. അതുകൊണ്ട് മുഗള ഭരണം
മതേതരമായിരുന്നു എന്നൊക്കെ പറയാനും മാത്രമുള്ള നാണമില്ലായ്മ കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് കാർത്തികേയൻ സാറ് പറഞ്ഞതിൽ അതിശയമൊന്നും എനിക്കില്ല. പക്ഷെ സാധാരണക്കാരൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ നേരല്ലേ എന്ന് വിചാരിക്കും. ടിപ്പുവും ഒക്കെ എത്ര മാന്യന്മാരാണെന്നൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ട് ഏതായാലും ഈ ശിവജിയുടെ ഈ മറാത്ത സാമ്രാജ്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ പഠിക്കുക. നൂറ്റാണ്ടുകളോളം രജപുത്രന്മാർ പോരാടിയത് അധികാരത്തിന് വേണ്ടിയായിരുന്നോ അവരുടെ മതം സംരക്ഷിക്കാനും അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും വേണ്ടിയാണോ എന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ഒക്കെ ഒന്ന് പഠിച്ചു നോക്കണം. ഏതായാലും ഈ ചരിത്രം ദയവായി ഈ അറിയാൻ താല്പര്യമുള്ളവർ ഈ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന പച്ച നുണകൾ നേരാണോ നുണയാണോ എന്ന് പറയാൻ വേണ്ടി ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങളായിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എഴുതിയ വിഡ്ഢിത്തങ്ങൾ വായിക്കരുത്. ഈ അതത് കാലത്തെ അല്ലെങ്കിൽ ഈ ചരിത്രങ്ങളെക്കുറിച്ചും മറ്റ് പണ്ഡിതന്മാർ എഴുതിയ ചരിത്രങ്ങളുണ്ട്. മറാത്ത സാമ്രാജ്യത്തെക്കുറിച്ച്, രജപുത്ര ചരിത്രത്തെക്കുറിച്ച്, ഛത്രപതി ശിവജിയെക്കുറിച്ച്, സിഖ് മതങ്ങളെക്കുറിച്ച്, മതപരമ്പരയെക്കുറിച്ച്, വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള ഗവേഷണ പഠനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കണം എന്ന് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് കാർത്തികേയൻ സാറ് പറയുന്ന പമ്പര വിഡ്ഢിത്തം എത്ര വില കുറഞ്ഞതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നെഹ്റു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് 1963 ഡൽഹി ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നെഹ്റുവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഡൽഹിയിലെ ഈ കാണുന്ന കുത്തബ് മീനാർ അടക്കമുള്ള മുസ്ലിം നിർമ്മിതികൾ, അതുപോലെയുള്ള അവിടുത്തെ ഈ ശവകുടീരങ്ങൾ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നെഹ്റു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ കൺമുമ്പിൽ നെഹ്റുവിൻ്റെ ആവശ്യപ്രകാരം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആ കുത്തബ് മീനാർ ഉണ്ടാക്കിയത് തന്നെ 26 ക്ഷേത്രങ്ങൾ, വൈഷ്ണവ ക്ഷേത്രങ്ങളും ജൈന ക്ഷേത്രങ്ങളും അടിച്ച് തകർത്തിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് കുത്തബ് മീനാർ ഉണ്ടാക്കിയതെന്ന് അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്കിപ്പോൾ പോയാലും കാണാം, എഴുതി വെച്ചിട്ടുണ്ട്. അതാ ഒരൊറ്റ ഇന്ന് നിങ്ങൾ അവിടെ പോകുമ്പോൾ കാണുന്നില്ലേ, ഒരു വലിയ ഒരു സമുച്ചയം തകർക്കപ്പെട്ട ഒരു കെട്ടിടത്തിൻ്റെ അതിൻ്റെ നടുക്കാണ് പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ ഇരുമ്പ് തൂണ്. മഞ്ഞും മഴയും വെയിലും ഏറ്റിട്ടും തുരുമ്പിക്കാത്ത വലിയ ഒരു ഇരുമ്പ് തൂണ്, വിഷ്ണു സ്തംഭം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെ കൊടിമരം വയ്ക്കുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. ബാക്കിയെല്ലാം തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ തറകളും ഭിത്തികളും അവിടെ കാണാം. എന്നിട്ട് ഇവരിതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ അതും പഠിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വേറെ ഒരു തെളിവ് പറയാം. അദ്ദേഹം പറയുന്നത് മതപരമായ ആക്രമണം നടത്തിയിട്ടില്ല, ആരെയും മതം മാറ്റിയിട്ടില്ല, അങ്ങോട്ട് പോയി മതം മാറിയിട്ടേ ഉള്ളൂ. എന്തിനാ സാർ ഈ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായത് എങ്ങനെയാണ്? പാകിസ്ഥാൻ ഉണ്ടായത് എങ്ങനെയാണ്? ബംഗ്ലാദേശ് ഉണ്ടായത് എങ്ങനെയാണ്? ഈ ഭാരതത്തിന് ചുറ്റിനുമുള്ള ഇസ്ലാമിക ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഭരണങ്ങളോ മത തീവ്രവാദ കേന്ദ്രങ്ങളോ ഒക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഈ ആക്രമണത്തിൻ്റെ ഫലമായിട്ടല്ലെങ്കിൽ അവർ വലിയ മതേതരക്കാരായിരുന്നെങ്കിൽ അവിടെയൊക്കെ ഇന്നും ഹിന്ദുക്കളല്ലേ ഉണ്ടാകേണ്ടത്. ഈ പറയുന്ന ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ, കുറേ പേരല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ. മുഗളന്മാർ ഭരണം നടത്താൻ മാത്രം വന്ന മുഗളന്മാരുടെ പിൻഗാമികളായ ഏതാനും ആയിരങ്ങളോ ലക്ഷങ്ങളോ മാത്രമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇന്ന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായത് എങ്ങനെയാണ്? പാകിസ്ഥാൻ എന്ന സ്വതന്ത്ര ഇസ്ലാമിക രാജ്യം ഉണ്ടായത് എങ്ങനെയാണ്? ബംഗ്ലാദേശ് എന്ന ഇസ്ലാമിക രാജ്യം ഉണ്ടായത് എങ്ങനെയാണ്? പാകിസ്ഥാൻ ഉണ്ടായത് എങ്ങനെയാണ്? അഫ്ഗാനിസ്ഥാൻ ഉണ്ടായത് എങ്ങനെയാണ്? തങ്ങൾ ഭാരതീയരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൽ നിന്ന് അവർ വിട്ടുപോയത് എന്തുകൊണ്ടാണ്? അവർ ഈ നാട്ടുകാർ തന്നെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുത്തുകാരല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞ് വിട്ടുപോയത് ഈ നാടിനോടുള്ള കൂറുകൊണ്ടാണ്. അവർ ഭാരതീയരാണെന്ന് അഭിമാനിക്കുന്നതിൻ്റെ അടയാളമാണ്. അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായത് എങ്ങനെയാണ് സാർ? വെറുതെ ഇങ്ങനെ വാചകം അടിച്ച് ജനങ്ങളെ പറ്റിക്കരുത്. മറ്റൊന്ന് ഞാൻ വേറൊന്ന് പറയാം. പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്നൊരു വലിയ പുസ്തകം, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം ഡോക്ടർ അംബേദ്കർ എഴുതിയിട്ടുണ്ട്. അത് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഞാൻ കാർത്തികേയൻ സാറിനോടല്ല, പഠിക്കാൻ താല്പര്യമുള്ളവരോട് പറയുക, മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്കത് വാങ്ങാൻ കിട്ടും. ആ പുസ്തകത്തിൽ ഒത്തിരി കാര്യം വളരെ വിശദീകരിച്ച് ഇസ്ലാമിക ആക്രമണം എങ്ങനെയാണ്, മുഗളാക്രമണം, അതിന് മുൻപുള്ള ആക്രമണങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, മുഹമ്മദ് ബിൻ കാസിമിൻ്റെ, മുഹമ്മദ് ഗസ്നിയുടെ, മുഹമ്മദ് കോറിയുടെ, മുഗളന്മാരുടെ
ഒക്കെ ആക്രമണങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് അവർ ചെയ്തത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കാൻ നിങ്ങൾ സ്വയം പഠിച്ചാൽ മതി. ഞാൻ 2 ഖണ്ഡിക വായിക്കാം. അംബേദ്കർ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇന്ത്യയെ ആക്രമിച്ച മുസ്ലിം ആക്രമണകാരികൾ അവലംബിച്ച രീതികൾ ആ ആക്രമണങ്ങളുടെ ലക്ഷ്യത്തേക്കാൾ പിൽക്കാല ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് പ്രാധാന്യം കുറഞ്ഞവയല്ല. മുഹമ്മദ് ബിൻ കാസിം മതപരമായ ആവേശത്തിൻ്റെ പേരിൽ ആദ്യമായി ചെയ്ത കൃത്യം അദ്ദേഹം കീഴടക്കിയ ദേബൂൾ നഗരത്തിലെ ബ്രാഹ്മണരെ ബലം പ്രയോഗിച്ച് സുന്നത്തിന് വിധേയരാക്കുക എന്നതായിരുന്നു. RSSകാരനല്ല ഡോക്ടർ അംബേദ്കർ എന്നറിയാമല്ലോ. ഇത്തരം മതപരിവർത്തനത്തെ അവർ എതിർക്കുന്നു എന്ന് കണ്ടപ്പോൾ 17 വയസ്സ് കഴിഞ്ഞവരെയെല്ലാം അദ്ദേഹം കൊല ചെയ്തു. ഈ 17 വയസ്സ് താഴെയുള്ളവരെ എന്ത് ചെയ്തു? ഈ മുസ്ലിം ആക്രമണകാരികൾ പിടിച്ചുകൊണ്ടുപോയി മതം മാറ്റി. അതാണ് കാര്യം. 17 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ഹിന്ദുക്കളെയും കൊന്നുകളഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മറ്റെല്ലാവരെയും അടിമകളാക്കി. ഹിന്ദുക്കളുടെ ക്ഷേത്രം കൊള്ളയടിക്കുകയും അവിടെ നിന്ന് കിട്ടിയ വൻപിച്ച കൊള്ള മുതലിൽ ഗവൺമെൻറ്റിന് നിയമപരമായി ചെല്ലേണ്ടുന്ന 1/5 ഭാഗം നീക്കിവെച്ചതിന് ശേഷം ബാക്കി മുഴുവൻ ഭടന്മാർക്ക് തുല്യമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അമ്പലം തകർത്തതിൻ്റെ പാരിതോഷികമായിട്ട്. ഗസ്നിയിലെ മുഹമ്മദ്, പിന്നെ 1001 മുഹമ്മദ് ഗസ്നി വരുന്നത്. ഗസ്നിയിലെ മുഹമ്മദ് ആദ്യം മുതൽ അവലംബിച്ചത് ഹിന്ദുക്കളുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കാൻ പോകുന്ന പദ്ധതികളാണ്. AD 1001 ജയ്പാൽ രാജാവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തെ നാണം കെട്ട നിലയിൽ ബന്ധനസ്ഥനും അപമാനിതനുമായി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും പ്രഭുക്കന്മാരും കാണാനും അവിശ്വാസികളുടെ നാട്ടിലുടനീളം ഇസ്ലാമിനെ പറ്റിയുള്ള ഭയം വ്യാപിപ്പിക്കാനും ഇടയാകത്തക്കവണ്ണം തെരുവുകൾ നീളെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ മുഹമ്മദ് ആജ്ഞാപിച്ചു. ഹിന്ദുക്കളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കാനും ഇസ്ലാമിനെക്കുറിച്ച് ഭയം ജനിപ്പിക്കാനും കീഴടക്കിയ രാജാവിനെ നാണം കെട്ട നിലയിൽ വലിച്ചിഴച്ചു. മുഹമ്മദിന് പ്രത്യേക ആനന്ദം പ്രദാനം ചെയ്തിരുന്ന ഒരു കാര്യം അവിശ്വാസികളെ കൊല ചെയ്യുക എന്നുള്ളതായിരുന്നു. കാർത്തികേയൻ സാർ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച അംബേദ്കർ സാഹിത്യ സർവസ്വത്തിലുള്ളതാണ് മിസ്റ്റർ കാർത്തികേയൻ നായർ. പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന വോള്യം താങ്കൾ ഇരിക്കുന്ന കസേരയുടെ അടിയിൽ ആ പുസ്തകമുണ്ട്. താങ്കളുടെ കാഴ്ചയ്ക്ക് തകരാറൊന്നും വന്നിട്ടില്ലെങ്കിൽ അതൊന്നെടുത്ത് വായിച്ചു നോക്കണം മിസ്റ്റർ. എന്നിട്ട് ഈ നുണ പറയണോ വേണ്ടയോ എന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിക്കും. അവിശ്വാസികളും സൂര്യനെയും അഗ്നിയെയും ആരാധിക്കുന്നവരുമായ ആൾക്കാരെ കൊല ചെയ്ത് തൃപ്തി അടയുന്നതുവരെ മുസ്ലിങ്ങൾ കൊള്ള മുതലിൽ ശ്രദ്ധ പതിപ്പിക്കുക പോലും ചെയ്തില്ല. ഹിന്ദു സേനകളിൽപ്പെട്ട ആനകൾ വിഗ്രഹങ്ങളെ വെടിഞ്ഞ് ഇസ്ലാം മത സേവനത്തെ കൂടുതൽ അഭികാമ്യമായി കരുതി സ്വയമേവ മുഹമ്മദിൻ്റെ സമീപത്ത് ചെന്നതായി ചരിത്രകാരന്മാർ നിർദോഷമായ മട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആനകൾക്ക് ഇസ്ലാം മതം മനസ്സിലായിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് പോയി നിന്നു എന്നൊക്കെ നിർദോഷമെന്ന മട്ടിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ടെന്ന പരിഹാസ രൂപേണ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചത് അങ്ങയുടെ കാലിനടിയിൽ ഇരിക്കുന്നത് പ്രൊഫസർ കാർത്തികേയൻ നായർ കണ്ടുവോ? മറ്റ് കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിട്ടില്ലെങ്കിലും ഇടയ്ക്കൊന്നെടുത്ത് നോക്കണം. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. ക്ഷേത്ര നശീകരണത്തെയും വിഗ്രഹധ്വംസനത്തെയും സംബന്ധിച്ച് അത്യധികം തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ കാസിം സിന്ധിൽ തൻ്റെ നശീകരണ പദ്ധതി ഒരു നിയത പരിപാടി അനുസരിച്ച് നടപ്പിലാക്കിയതായി നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ വരുമാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം മുൾത്താനിലെ സുപ്രസിദ്ധ ക്ഷേത്രത്തെ മാറ്റി നിർത്തി. എന്തെന്നാൽ തീർത്ഥാടകരുടെ ഒരു സന്ദർശന കേന്ദ്രമായിരുന്നു ആ ക്ഷേത്രം. അത് ആക്രമിക്കാതിരുന്നത് അതിൻ്റെ പേരിൽ വേറെ ലക്ഷങ്ങൾ കിട്ടും എന്നുള്ളത് കൊണ്ടാണെന്നർത്ഥം. എന്നാൽ ആ ക്ഷേത്രത്തെ നിലനിൽക്കാൻ അനുവദിച്ചത് വഴി അദ്ദേഹം തൻ്റെ ധനമോഹത്തെ തൃപ്തിപ്പെടുത്തിയെങ്കിലും വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഒരു കഷണം പശുമാംസം കെട്ടിത്തൂക്കി തൻ്റെ പക പ്രകടമാക്കി. ഇവിടെ ഈ ടിപ്പു ചെയ്ത അതേ പണി തന്നെയാണ് അങ്ങ് വടക്ക് പടിഞ്ഞാറൻ അറ്റത്ത് മുഹമ്മദ് ബിൻ കാസിം ചെയ്തത്. രണ്ടു കൂട്ടരും ചെയ്തത് ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. 1000 ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതിൻ്റെ പേരിൽ മുഹമ്മദ് പരക്കെ അറിയപ്പെട്ടിരുന്നതിനെ പറ്റിയും സോമനാഥ ക്ഷേത്രം നശിപ്പിച്ച് അതിലെ വിഗ്രഹം എടുത്തു കൊണ്ടുപോയ മഹൽ കൃത്യത്തെപ്പറ്റിയും മിൻഹാജ് ഉസ് സിറാജ് തുറന്നു പറയുന്നു. ആ വിഗ്രഹം 4 ഉടക്കപ്പെട്ടുവെന്ന്
അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. ഒരു ഭാഗം അദ്ദേഹം ഗസ്നിയിലെ ജമാ മസ്ജിദിൽ നിക്ഷേപിച്ചു, ഒരെണ്ണം രാജകൊട്ടാരത്തിൻ്റെ വാതിക്കലിട്ടു, മൂന്നാമത്തേത് മെക്കയിലേക്കും നാലാമത്തേത് മെദീനയിലേക്കും അയച്ചു എന്ന അംബേദ്കറുടെ പുസ്തകത്തിലാണ് കാർത്തികേയൻ നായർ പറഞ്ഞ മുഗളന്മാരും മുസ്ലിം ആക്രമണകാരികളും ഒക്കെ എത്ര നല്ല പഞ്ചപാവങ്ങളാണ്, അവരുണ്ടാക്കിയ സംസ്കാരമല്ലേ. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് അതാണ്. അവരുണ്ടാക്കിയ സംസ്കാരമേ ഭാരതത്തിലുള്ളൂ. ഭാരതമെന്ന് അവർ പറയില്ല, ഇന്ത്യയിലുള്ളൂ. അവരുണ്ടാക്കിയ നിർമ്മിതികളെ ഇന്ത്യയിലുള്ളൂ. അതൊക്കെ കളയാൻ പാടുണ്ടോ? അതല്ലേ നമ്മുടെ സംസ്കൃതി എന്നൊക്കെ പറഞ്ഞ് ഒരു ചങ്കുളുപ്പും ഇല്ലാതെ കാർത്തികേയൻ നായർ അത് പറയുമ്പം ഒരു കാര്യവും കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ ദളിതവാദികളൊക്കെ പറയുന്നുണ്ടല്ലോ, അംബേദ്കറാണല്ലോ അവരുടെ ദൈവം. ആ അംബേദ്കർ ഇസ്ലാം മതം എന്താ ചെയ്തത് എന്നുള്ളത്, ബുദ്ധമതത്തെ ചെയ്തത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, അഫ്ഗാനിസ്ഥാനിലും മറ്റ് ഇടങ്ങളിലും ഒക്കെ, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഇസ്ലാം മതം ഇത്ര വ്യാപിച്ചത് എങ്ങനെയാണ് എന്ന്. അവിടെയെല്ലാം ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നല്ലോ. വാരണാസി മുതൽ കിഴക്കോട്ട് വ്യാപകമായ ബുദ്ധകേന്ദ്രമായിരുന്നു. ഭാരതത്തിൻ്റെ കാശ്മീരം തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ബുദ്ധമതങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാം മതകേന്ദ്രമായത് എന്ന് കാർത്തികേയൻ നായർക്കറിയില്ലെങ്കിൽ ഡോക്ടർ അംബേദ്കർ അത് എഴുതി വച്ചിട്ടുണ്ട്. അതിലെ 1-2 കാര്യങ്ങൾ ഞാൻ വായിക്കാം. മുസൽമാന്മാരുടെ ആക്രമണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ബുദ്ധമതത്തിന് പതനം സംഭവിച്ചതെന്നതിൽ സംശയമില്ല. ബുത്ത് ബ്രാക്കറ്റിൽ BUT, ബുത്തിൻ്റെ ശത്രുവായിട്ടാണ് ഇസ്ലാം രംഗപ്രവേശം ചെയ്തത്. ബുത്ത് എന്നത് ഒരു അറബി വാക്കാണ്, വിഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ബുത്ത് എന്ന വാക്കിൻ്റെ വ്യുൽപ്പത്തി എന്താണെന്ന് അധികം ആളുകൾക്കും അറിയില്ല. ബുദ്ധൻ എന്ന വാക്കിൻ്റെ വികലമായ അറബി രൂപമാണ് അത്. അപ്പോൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ വിഗ്രഹാരാധനയെ ബുദ്ധൻ്റെ മതവുമായി താദാത്മ്യപ്പെടുത്തിയിരുന്നു എന്ന് ഈ വാക്കിൻ്റെ ഉത്ഭവം സൂചിപ്പിക്കുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് വിഗ്രഹങ്ങൾ തകർക്കുക എന്ന ദൗത്യം ബുദ്ധമതത്തെ നശിപ്പിക്കുക എന്ന ദൗത്യമായി തീർന്നു. ഇസ്ലാം ഇന്ത്യയിൽ മാത്രമല്ല, അത് ചെന്നിടത്തെല്ലാം ബുദ്ധമതത്തെ നശിപ്പിച്ചു. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുൻപ് ബുദ്ധമതം ബാക്ട്രിയയിലെയും പർത്തിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഗാന്ധാരത്തിലെയും ചൈനീസ് ടർക്കിസ്ഥാനിലെയും മുഴുവൻ ഏഷ്യയുടെയും മതമായിരുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം ഇസ്ലാം ബുദ്ധമതത്തെ നശിപ്പിച്ചു. ദീർഘമായി പോകും എന്നുള്ളത് കൊണ്ട് ഇസ്ലാം മത ആക്രമണകാരികൾ ബുദ്ധമതത്തെ എങ്ങനെയൊക്കെ ഇഞ്ചിഞ്ചായി കൊന്നു തീർത്തു എന്ന് ഈ പുസ്തകത്തിൽ ബുദ്ധമതത്തിൻ്റെ അപചയവും പതനവും എന്ന പ്രബന്ധത്തിൽ ഡോക്ടർ അംബേദ്കർ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ അത് വായിക്കുക ഈ പുസ്തകം വാങ്ങിയിട്ട്. ഇസ്ലാം ബുദ്ധമതത്തെ സമ്പൂർണ്ണമായും തകർത്ത് കളഞ്ഞത് ഇസ്ലാം മത ആക്രമണകാരികളായിരുന്നു എന്ന് ഡോക്ടർ അംബേദ്കർ ഈ പ്രബന്ധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കിഴക്ക് വടക്ക് പടിഞ്ഞാറൻ പ്രദേശം അടക്കം അഫ്ഗാനിസ്ഥാൻ വരെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമായത്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുഗള സംഭാവനയായിരുന്നു എന്നൊക്കെ ഭാരതത്തിൻ്റെ സംസ്കാരവും നിർമ്മാണങ്ങളും ഒക്കെ മുഗള സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് എന്നൊക്കെ യാതൊരു ഉളുപ്പും ഇല്ലാതെ നാണവും ഇല്ലാതെ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു. കാർത്തികേയൻ നായരെ പോലെ ഒരു പ്രൊഫസർ പറയുമ്പോൾ സാധാരണ ആൾക്കാരൊക്കെ അത് വിശ്വസിച്ചു പോകും. ഞാൻ അതുകൊണ്ടാണ് അല്പം നീണ്ടുപോയാലും ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. അതിൽ ഔറംഗസീബിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിരുന്ന ദാരാ ഷിക്കോവ് ആണ് ഉപനിഷത്തുകൾ പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്ത് ലോകം മുഴുവൻ പ്രചരിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിലൊരു വസ്തുത ശരിയാണ്, ദാരാ ഷിക്കോവ് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം ഇസ്ലാമിക ആക്രമണകാരികളുടെ പക്ഷത്തായിരുന്നില്ല എന്ന ചരിത്ര സത്യം കാർത്തികേയൻ നായർ മറച്ചു വെച്ചു. അതിനൊരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ജ്യേഷ്ഠനായിരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകനായിരുന്ന ദാരാ ഷിക്കോവ് ആയിരുന്നു ചക്രവർത്തിയാകേണ്ടിയിരുന്നത്. പക്ഷേ കടുത്ത
മതതീവ്രവാദിയായിരുന്ന ഔറംഗസീബ് ദാരാഷിക്കോവ് ഭാരതത്തിൻ്റെ ചക്രവർത്തിയായാൽ അദ്ദേഹം ഹിന്ദു ദർശനമനുസരിച്ച് ഭാരതത്തിൻ്റെ സംസ്കാരമനുസരിച്ച് ഭരിക്കും എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം ഔറംഗസീബ് എന്ത് ചെയ്തു? ദാരാഷിക്കോവിനെ കഴുത്തറുത്ത് കൊന്നു, ഡൽഹി പട്ടണത്തിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ 2 ചെറിയ മക്കളെ വിഷം കൊടുത്തു കൊന്നു. ഭാവിയിൽ അധികാരത്തിൻ്റെ അവകാശം ചോദിച്ചു വരരുത് എന്ന് വിചാരിച്ച് അങ്ങനെ കൊന്ന ഔറംഗസീബിൻ്റെ മുഗളന്മാരുടെയും ഈ ക്രൂരത മറച്ചു വയ്ക്കാൻ ദാരാഷിക്കോവിൻ്റെ ഭാരതീയ സംസ്കാരത്തോടുള്ള ആഭിമുഖ്യത്തെ കാർത്തികേയൻ നായർ വിൽക്കരുത്. ഒരു അഭ്യർത്ഥനയാണത്. ഞാൻ അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഈ പുട്ടിന് പീര ഇടുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് പറഞ്ഞാലും RSSൻ്റെ 3 ശത്രുക്കൾ എന്ന് പറയുമല്ലോ. അങ്ങനെ ഒന്ന് കാർത്തികേയൻ നായർക്ക് ഏതെങ്കിലും പുസ്തകത്തിൽ കാണിക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഈ പറഞ്ഞതിന് മുഴുവനല്ല, ഇനി പറയാൻ പോകുന്നതിനും കൂടി മേലെ പറയാതിരിക്കാം. RSSൻ്റെ ശത്രുക്കളായിട്ട് ഒരു പുസ്തകത്തിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല മിസ്റ്റർ നായർ. വെറുതെ നുണ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നതിനൊരു കണക്ക് വേണ്ടേ? അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഏതായാലും കൂടുതൽ ഈ ഇസ്ലാമിക ആക്രമണത്തെക്കുറിച്ച്, ഭാരതത്തിൽ ഇസ്ലാം മതത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച്, അവർ തകർത്ത ക്ഷേത്രങ്ങളെക്കുറിച്ച്, അവർ നടത്തിയ കൊള്ളരുതായ്മകളെക്കുറിച്ചും ക്രൂരതകളെക്കുറിച്ചും വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറഞ്ഞപക്ഷം 2 പുസ്തകങ്ങളെങ്കിലും പരിശോധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒന്ന്, ഞാൻ മുൻപേ പറഞ്ഞ ഡോക്ടർ അംബേദ്കർ എഴുതിയ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം പഠിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്, ഇസ്ലാം ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഡോക്ടർ മുരേ തേഴ്സ്റ്റൺ ടൈറ്റസ് 1930 എഴുതിയ പുസ്തകമാണ്. ഈ 2 പുസ്തകമെങ്കിലും പഠിച്ചിട്ട്, കാർത്തികേയൻ നായർ അത് പഠിക്കാൻ പോകുന്നില്ല, കമ്മ്യൂണിസ്റ്റുകൾ അത് പഠിക്കാൻ പോകുന്നില്ല, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇനിയും കള്ളത്തരങ്ങൾ സർക്കാർ ചെലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം കൊണ്ട് സർവ്വ കൊള്ളരുതായ്മയും അച്ചടിച്ചിനിയും പുറത്തു വരും. ആ വിഴുപ്പും വൃത്തികെട്ട മാലിന്യങ്ങൾ മുഴുവൻ വായിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാളികൾ. കാർത്തികേയൻ നായരാണ് ഇന്ന് ഈ മാലിന്യങ്ങൾ മുഴുവൻ അച്ചടിച്ച് വീടുന്നതിൻ്റെ നായകൻ. അദ്ദേഹം അത് പോരാതെ കണ്ടിട്ടാണ് ഇത്തരം നുണകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവായി കാർത്തികേയൻ നായർ സാറിനോടുള്ള എല്ലാ ബഹുമാനം, അദ്ദേഹത്തിൻ്റെ പ്രായത്തിനോടും അദ്ദേഹം ഒരു പ്രൊഫസറാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് ഒരഭ്യർത്ഥന, അങ്ങും കമ്മ്യൂണിസ്റ്റുകളും ദയവായി ഈ വൃത്തികെട്ട ഈ മാലിന്യ വിഷം ഈ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വാരി വിതറി ഇനിയും ഈ നാണം കെട്ട രാഷ്ട്രീയം കളിക്കണോ? ഇനിയും ഈ ഹിന്ദു മുസ്ലിം വൈരാഗ്യം വളർത്തണോ? ഇനിയും ഈ ജാതികളെ അടുപ്പിച്ച് ചോര കുടിക്കണോ? നിങ്ങൾക്ക് ഉപജീവനത്തിന് വേറെ എന്തെല്ലാം മാർഗങ്ങൾ, ഇത് വേറെ ഒത്തിരി കള്ളത്തരങ്ങൾ ചെയ്യണമെന്നാണെങ്കിൽ വേറെ എന്തോരം കള്ളത്തരങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഈ ഹീനമായ പണി അവസാനിപ്പിച്ച് വല്ല സന്ധ്യാനാമമൊക്കെ ചൊല്ലി, പിന്നെ തുഞ്ചത്തൻ ആചാര്യൻ്റെയൊക്കെ ഭക്തരാണല്ലോ നിങ്ങൾ, ഹരിനാമ കീർത്തനമൊക്കെ പാടി സമൂഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളും ഈ വിഭജനവും വിദ്വേഷവും ഒക്കെ പടർത്തുന്ന പ്രായമാകുമ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായിട്ടൊന്ന് അത് അവസാനിപ്പിക്കണ്ടേ? അങ്ങനെ അവസാനിപ്പിച്ച് ഒരല്പം നാട്ടുകാരെ എല്ലാവരെയും ഒക്കെ ഒന്ന്, പാർട്ടിയും ജാതിയും മതമൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഒരു നാട്ടിൽ ജീവിക്കുന്നവരല്ലേ എന്ന ഒരു വിചാരത്തോടു കൂടി ശേഷം കാലം ജീവിക്കണം എന്ന ഒരു പ്രാർത്ഥനയും അഭ്യർത്ഥനയുമാണ് പ്രൊഫസർ വി കാർത്തികേയൻ നായരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇനിയും ഈ മാലിന്യങ്ങൾ അച്ചടിച്ച് വിടുന്ന ഏർപ്പാടുകൾ, അല്ലെങ്കിൽ അത് പുസ്തകത്തിലൂടെ വരുന്നത് മാത്രമല്ല പ്രസംഗത്തിലൂടെയും വരുന്ന മാലിന്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഠിക്കാൻ താല്പര്യമുള്ളവർ, അറിയാൻ താല്പര്യമുള്ളവർ യഥാർത്ഥ വസ്തുതകൾ, അതായത് മൂലഗ്രന്ഥങ്ങൾ, ഒറിജിനൽ ടെക്സ്റ്റുകൾ പഠിക്കാൻ തയ്യാറാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.